നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന 2 ആങ്സൈറ്റി മാനേജ്മെന്റ് സ്കിൽസ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യത്തേത് ബ്രീത്തിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നു നോർമൽ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. എക്സെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മനസ്സിൽ സ്വയം റിലാക്സ് എന്ന് പറയുന്നു. ഈ ഒരു സ്റ്റെപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 20 ടൈംസ് എങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ കണ്ണുകൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടോ ഇത് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിന് ചുറ്റുമുള്ള 5 തിങ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 5 ശബ്ദങ്ങൾ നോട്ടീസ് ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡ്രസ്സ്, വാച്ച്, ഇതുപോലുള്ള 5 കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്നു. അവസാനം ഇത് 3 ഒരുമിച്ച് നോട്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് എക്സാം ഹാളിലോ പഠിക്കുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലൊന്നും നിങ്ങളുടെ ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ലേൺ ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു.